ഈ ഒരു വിവാദ സർക്കുലർ പുറത്തു വന്നതിന് ശേഷം അത് മതേതര രാജ്യത്തിന് ചേർന്നതല്ല എന്നതടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സോഷ്യൽ മീഡിയകളിലടക്കം പ്രസ്താവനകൾ പുറത്തിറക്കിയിരുന്നു. അതിന് വലിയ സ്വീകാര്യത സോഷ്യൽ മീഡിയയിലും അല്ലാതെയുമൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നതും നമുക്ക് ഈ ഒരു സമയത്ത് ഓർക്കാൻ കഴിയും. അതേസമയം തന്നെ മറ്റൊരു ചേരിയിൽ നിന്ന് പ്രത്യേകിച്ച് UDF സർക്കാരിന്റെ തിരിച്ചുവരവിന് ഒരു സമ്മർദ്ദം ചെലുത്തി എന്നോ അതല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തു എന്നതൊക്കെ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു തലം കൂടിയുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ UDFനെ തിരിച്ചു കൊണ്ടുവരുന്ന വിഷയത്തിൽ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പാരയായി എന്ന് തോന്നുന്നുണ്ടോ? ബഷീറിന്റെ ചോദ്യം ഈ സോഷ്യൽ മീഡിയയിൽ പല ആളുകളും കമന്റും ബോക്സും ഒക്കെ ആയിട്ട് വരുന്ന സാധനമാണ്. യഥാർത്ഥത്തിൽ അവർ നമ്മുടെ രാഷ്ട്രീയ നിലപാടിനെ സംബന്ധിച്ച് അവർക്കൊരു അവ്യക്തത ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അവ്യക്തത ഉണ്ടെന്ന് നടിക്കുകയായിരിക്കും. എന്താണെന്ന് അവരാണ് പറയേണ്ടത് നമുക്കറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക സർക്കാരിനെ കൊണ്ടുവരികയെന്നോ ഒരു പ്രത്യേക സർക്കാരിനെ താഴെ ഇറക്കുക എന്ന രാഷ്ട്രീയമായ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. നമ്മൾ വിഷയത്തിന്റെ മെറിറ്റ് വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അത് UDF ഭരിച്ചാലും LDF ഭരിച്ചാലും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ മതനിരപേക്ഷതക്കും നമ്മുടെ വിശ്വാസങ്ങൾക്കും ഒക്കെ വിരുദ്ധമാകുന്ന അല്ലെങ്കിൽ ഹിറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളതിൽ ഇടപെടും, സംസാരിക്കും. അത് നേരത്തെ ഗവൺമെന്റ് വന്നപ്പോഴും നമ്മളത് ഓരോ വിഷയങ്ങൾ വന്നപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. ഈ ഗവൺമെന്റ് വന്നപ്പോഴും ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ PM ശ്രീ വിഷയം നേരത്തെ ഗവൺമെന്റാണ് ഒപ്പുവെച്ച് ആ സമയത്ത് നമ്മൾ കൃത്യമായി പ്രതികരിച്ചു, സംസാരിച്ചിട്ടുണ്ട്. അത് രാജ്യത്തിന് ദോഷമാണ്. അതേ പോസ്റ്റ് തന്നെ വെച്ചുകൊണ്ടാണ് ഈ സർക്കാർ വന്നപ്പോൾ ആ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാൻ ആശയക്കുഴപ്പമുണ്ടായ സമയത്ത് ഇതേ സർക്കാരിനോട് നമ്മുടെ പ്രസ്താവനകൾ പരിശോധിച്ചാൽ കാണാൻ പറ്റും. അതിൽ ഇരട്ട നിലപാട് നമ്മൾ എടുത്തിട്ടില്ല. അതേപോലെ വന്ദേമാതരം വിഷയം വന്നു. അതിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു മുസ്ലിം സംഘടന എന്നുള്ള നിലക്ക് ഒരു പ്രസ്താവനയായിട്ട് വന്നത് വേറൊന്നും ഞാൻ ശ്രദ്ധയിൽ അങ്ങനെ പെട്ടിട്ടില്ല. ഉണ്ടാവാം, നമ്മൾ ശ്രദ്ധപ്പെടാത്തായിരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ വിഷയം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ സംസാരിച്ച വിഷയം എന്താ, ആ വിഷയത്തിൽ ജാഗ്രത ഗവൺമെന്റിന് വേണം തന്നെയല്ലേ. അപ്പോൾ അതൊരിക്കലും ആ രീതിയിൽ പറഞ്ഞു പോകുന്നത് എന്തല്ല, അതൊരു രാഷ്ട്രീയ പക്ഷപാതിത്വത്തിൽ നിന്നുണ്ടാകുന്ന സംഗതിയാണ്. പിന്നെ നിങ്ങളിപ്പോ സംഘികളുമായിട്ട് ബായി ആയിട്ട് പോകുന്നു LDF ഗവൺമെന്റ് എന്ന ആക്ഷേപം ഉയർത്തിക്കൊണ്ടാണല്ലോ നിങ്ങളിപ്പോൾ പിന്നെ UDF അത് വന്നു കഴിഞ്ഞാൽ അതൊക്കെ പ്രശ്നം പരിഹരിക്കും. ഇപ്പോൾ UDF അങ്ങനെ തന്നെയല്ലേ പോകുന്നത്, ഇപ്പം എന്ത് പറയാനുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ UDF ആണെങ്കിലും LDF ആണെങ്കിലും ഇപ്പോൾ നേരത്തെ ഗവൺമെൻറ്റിൻ്റെ ഓരോ നിലപാടുകൾ നമ്മൾ ഇപ്പോൾ PM ശ്രീ വിഷയങ്ങളാണെങ്കിലും അതുപോലെ പോലീസിലെ ഇടപെടലുകൾ കാര്യങ്ങളാണെങ്കിലും ഓരോ സന്ദർഭത്തിലെടുത്ത് പരിശോധിച്ചാൽ കേന്ദ്ര സർക്കാരിനോട് ആ കാര്യങ്ങളിൽ ഒരു സ്ട്രോങ് ആയ നിലപാട് സ്വീകരിക്കുന്നതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഈ സർക്കാരിനും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ രണ്ട് സർക്കാരുകളുടെ വിഷയം. അതിപ്പോൾ LDF ഭരിക്കുമ്പോൾ ഇവരങ്ങോട്ട് ആക്ഷേപിക്കും, നിങ്ങൾ കേന്ദ്ര സർക്കാരിന് കീഴ്പ്പെടുകയാണെന്നുള്ളത്. UDF ഭരിക്കുമ്പോൾ LDF ആക്ഷേപിക്കും. ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കുക എന്നുള്ളതാണ്. വസ്തുത എന്താണെന്ന് വെച്ചാൽ ഈ ഡീപ്പ് സ്റ്റേറ്റ് എന്നുള്ള സാധനം ഉണ്ടല്ലോ, അത് കുറച്ച് കാലങ്ങളായിട്ട് സംഘപരിവാറിൻ്റെ ഒരു ആസൂത്രണത്തിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തിൻ്റെ ഉദ്യോഗസ്ഥ വൃന്ദ തലങ്ങളിൽ, ഭരണനിർവഹണ സ്ഥലങ്ങളിൽ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ, അങ്ങനെയുള്ള സംവിധാനങ്ങളിലൊക്കെ അവരുടേതായ ഒരു അക്കോമഡേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ബോധപൂർവ്വം ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിക്കുന്നത് മുതൽ സുപ്രീം കോടതിയുടെ ജഡ്ജിയെ നിശ്ചയിക്കുന്നത് മുതൽ എല്ലാ കാര്യത്തിലും നമ്മൾ കേന്ദ്രം മുതൽ ദേശീയ തലം മുതൽ സംസ്ഥാന തലം വരെ അതുപോലെ ഫെഡറൽ സംവിധാനത്തെ ഇല്ലാതാക്കുന്നത് മുതൽ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ വിഷയത്തിൽ, കരിക്കുലത്തിൻ്റെ വിഷയത്തിൽ, ഒരുപാട് വിഷയത്തിൽ അതിന് പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു രൂപം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പുഴ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനെ തടഞ്ഞു നിർത്താൻ ഇവിടെ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് പ്രായോഗികമായി അവർക്കതിന് സാധ്യമാകുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, ഇതിലൂടെ വെളിച്ചത്ത് വരുന്നത്. അത് LDFൻ്റെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, UDFന് കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അത് നമ്മുടെ രാജ്യത്ത് കുറച്ച് കാലമായി ഇവിടെ ഇവരുണ്ടാക്കിയെടുത്ത അവരുടെ ഒരു അജണ്ട ഇവിടെ വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. അതിന് ബ്രേക്ക് ചെയ്യാനുള്ള ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവും നമ്മുടെ സർക്കാരുകൾ കാണിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. അത് UDF ആയാലും കാണിക്കണം, LDF ആയിട്ടും കാണിക്കണം. അത് കാണിക്കാൻ വേണ്ടിയാണ് ആളുകൾ ഇവർക്ക് വലിയ പിന്നെ വോട്ട് ഭൂരിപക്ഷം സീറ്റ് കൊടുത്തുകൊണ്ട് അധികാരത്തിലെത്തിക്കുന്നത്. അതുകൊണ്ട് എത്ര റോഡ് ഉണ്ടാക്കിയിട്ടും പാലുണ്ടാക്കിയിട്ടും മറ്റ് സംഗതികൾ ഉണ്ടാക്കിയിട്ടും ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടും ഒക്കെ അതിൻ്റെയൊക്കെ ഉപകാരം ഉണ്ടാവും. പക്ഷെ അതുകൊണ്ടുള്ള ഗുണം കിട്ടണമെങ്കിൽ ഇവിടെ പൊളിറ്റിക്സായിട്ട്, രാഷ്ട്രീയമായിട്ട് കൃത്യമായ നിലപാടുകൾ ഉറക്കെ പറഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം. ഇതിനർത്ഥം എന്താ, കേന്ദ്ര സർക്കാരുമായിട്ട് എപ്പോഴും യുദ്ധത്തിലും ഒരു മല്ലിട്ട് കൊണ്ട് പോകുക എന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഒരു സർക്കാർ എന്നുള്ള നിലക്ക് സഹകരിച്ച് പോകേണ്ടി വരും. പക്ഷേ നിലപാടുകൾ എടുക്കുന്നിടത്ത് ഞങ്ങളുടെ നിലപാടിൻ്റെതാണ് എന്ന് രേഖപ്പെടുത്തേണ്ടടുത്ത് രേഖപ്പെടുത്തണം, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. അതിൽ ഒരു ഒഴുക്കൻ മട്ട് നിലപാട് സ്വീകരിക്കുക എന്നത് അത് ഏത് ഗവൺമെൻറ് വന്നാലും LDF വന്നാലും UDF വന്നാലും രണ്ട് കൂട്ടർക്കും അത് പ്രശ്നമാണ്. അത് കേരള സമൂഹം എന്ത് ചെയ്യില്ല, ഒരിക്കലും അതിനെ അംഗീകരിക്കില്ല. അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്.